ഭരണം മാറി. ഇനി കരിപ്പൂർ വിമാനത്താവളത്തിൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്നവരെ പിടിക്കേണ്ട. ഇങ്ങനെ വ്യാഖ്യാനിക്കാവുന്ന ഒരു തീരുമാനം മലപ്പുറം പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. കോഴിക്കോട് വിമാനത്താവളം ശരിക്കും മലപ്പുറം പോലീസിൻ്റെ അധികാരപരിധിയിലാണ്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങും, കസ്റ്റംസ് പിടിക്കത്തില്ല. കസ്റ്റംസുമായിട്ടുള്ള ചില ധാരണയിൽ സ്വർണ്ണക്കള്ളക്കടത്തുകാർ നിർബാധം ഇറങ്ങി പുറത്തോട്ട് വരും. പക്ഷേ ഇറങ്ങി പുറത്തോട്ട് വരുന്നവരെ പിടിക്കാനായിട്ട് മലപ്പുറം പോലീസ് അന്നത്തെ SP ആയിരുന്ന സുജിത് ദാസിൻ്റെ നേതൃത്വത്തിൽ ഒരു സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടാക്കിയിരുന്നു. ആ സ്ക്വാഡ് വിമാനത്താവളത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരെ പരിശോധിക്കും, അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പിടിക്കും. അപ്പോൾ അകത്ത് നടക്കുന്ന ഒത്തുകളി പൊളിക്കാൻ വേണ്ടി മലപ്പുറം പോലീസ് ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ സ്ക്വാഡ്, അത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നത് വരെ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നു, LDF തോറ്റു, മലപ്പുറം SP ആ സ്ക്വാഡ് അങ്ങ് പിരിച്ചുവിട്ടു. അപ്പോൾ ഇന്നലെ നമ്മുടെ പ്രിയൻ, പ്രേക്ഷകർക്കൊക്കെ അറിയുന്ന പ്രിയൻ മലപ്പുറം SP വിളിച്ചു ചോദിച്ചു. SP പറഞ്ഞു അത് രാഷ്ട്രീയമൊന്നും ഇതിനകത്തില്ല, അത് പിരിച്ചുവിട്ടു എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളായിട്ട് സ്വർണ്ണമൊന്നും പിടിക്കുന്നില്ല. അപ്പോൾ ഇനി പിടിക്കാൻ പറ്റുന്ന മിടുക്കന്മാരായ വേറൊരു ടീമിനെ വെക്കാനാണ്, അത് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നോക്കൂ, സ്വർണത്തിൻ്റെ തീരുവ കേന്ദ്രം കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് ഏറ്റവും കൂടുതൽ നടക്കാനുള്ള സാധ്യത ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു സ്ക്വാഡ് അവിടെ ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. ഇപ്പോൾ മലപ്പുറം വഴി കഴിഞ്ഞ കുറേ നാളായിട്ട് സ്വർണ്ണക്കള്ളക്കടത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ മലപ്പുറംകാരങ്ങനെ നന്നായി പോയി എന്ന് വിശ്വസിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ ഉണ്ടെങ്കിൽ മലപ്പുറം SP അത് തെരഞ്ഞെടുപ്പിന് മുമ്പായിരുന്നു. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കേണ്ട. ഇനിയിപ്പോൾ പുതിയ മുഖ്യമന്ത്രിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മലപ്പുറം SP തന്നെയാണോ മലപ്പുറം SP ആയിട്ട് ഇരിക്കാൻ പോണത് എന്നും ഉറപ്പില്ല. അപ്പോൾ പുതിയ SP വിട്ടുകൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ SP ഇങ്ങനെ വിശദീകരണം പറയുന്നുണ്ട്, അതിനകത്ത് ദുരൂഹതയൊന്നുമില്ല എന്നൊക്കെ പറയുന്നെങ്കിലും ആ സ്ക്വാഡിനെ വളരെ പെട്ടെന്ന് പിരിച്ചുവിട്ടത് ചില ആളുകളുടെ താല്പര്യം കൊണ്ടാണെന്ന് സംശയിക്കേണ്ടി വരും. കാരണം PV അൻവർ എന്നു പറയുന്ന പിണറായി വിജയൻ്റെ വിശ്വസ്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനോട് തെറ്റാനുള്ള കാരണം മലപ്പുറത്ത് കരിപ്പൂരിൽ ഇറങ്ങി വരുന്നവരുടെ സ്വർണ്ണക്കള്ളക്കടത്തായി കസ്റ്റംസിനെയൊക്കെ മാനേജ് ചെയ്ത് പുറത്തേക്ക് വരുന്നവരുടെ സ്വർണം പോലീസ് പിടിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ സ്ക്വാഡിനെ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് അൻവർ പിണറായിയോട് കലഹിച്ച് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. അൻവർ ഇപ്പോൾ UDF അൻവർ ഉള്ള UDF ആണ് ഇപ്പോൾ അധികാരത്തിൽ വന്നിരിക്കുന്നത്. മലപ്പുറത്ത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി പിടിച്ചതിൽ മഹാഭൂരിപക്ഷവും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകളാണ്. ആ രാഷ്ട്രീയ പാർട്ടിക്ക് ഇപ്പോൾ കേരളത്തിലെ സർക്കാരിൽ വലിയ പ്രാമുഖ്യം വരുന്നു. ആ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ സമ്മർദ്ദം SP മേൽ ഉണ്ടായിട്ടുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ SP പറയുന്നത് പോലെ നിർദോഷകരമായിട്ട് അത് മാറ്റിയതാണെങ്കിൽ അതിന് പകരം ഒരു ടീമിനെ കൂടെ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണമായിരുന്നു. ഒരു വാക്കും അവിടെയുണ്ട്. ആ വാക്കത്തെക്കുറിച്ചാണ് സംശയം. എന്തിനാണ് തിരക്കിട്ട് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന ഉടനെ പിരിച്ചുവിട്ടതെന്ന് സംശയം. മാത്രമല്ല സാർ, നമുക്കൊരു ട്രാക്ക് റെക്കോർഡ് നോക്കണം. 2022 ഈ സ്ക്വാഡ് വരുന്നത്. 2022 ശേഷം ഇതുവരെ 180 കേസുകൾ ഈ മലപ്പുറത്തെ പ്രത്യേക സ്ക്വാഡ് പിടിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൻ്റെ മുന്നിൽ വണ്ടിയായിട്ട് കിടന്നിട്ട് വിമാനത്തിൽ നിന്ന് ഇറങ്ങി വരുന്നവരിൽ നിന്ന് പിടിച്ചത് 180 കേസ് രജിസ്റ്റർ ചെയ്തു. 160 കിലോഗ്രാം സ്വർണം പിടിച്ചു. അതായത് എയർപോർട്ടിൽ കസ്റ്റംസിൻ്റെയൊക്കെ പരിശോധനയെ വെട്ടിച്ച് പുറത്ത് വന്ന ആളുകളിൽ നിന്ന് 160 കിലോ സ്വർണം പിടിച്ചിട്ടുണ്ട്. അതായത് 80 മുതൽ 100 കോടി രൂപയുടെ വരെ സ്വർണം പിടിച്ചു. 200 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ക്വാഡിനെ ഒരു കാരണവും ഇല്ലാതെ പിരിച്ചുവിട്ട് പകരം ഒന്നും വെക്കാതിരിക്കുമ്പോൾ സ്വാഭാവികമായും ആളുകൾ സംശയിച്ചാൽ മലപ്പുറം SP ക്ഷമിക്കണം, അതിനകത്ത് ദുരൂഹതയുണ്ടെന്ന് ആളുകൾക്ക് സംശയം തോന്നുന്നത് സ്വാഭാവികമാണ്, അല്ലേ? ഇത് വ്യക്തമല്ലേ സുനിൽ? ഇത് കാരണം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ മലപ്പുറത്ത് കരിപ്പൂർ വിമാനത്താവളത്തിൽ കൂടി സ്വർണം കടത്തിക്കൊണ്ടുവരുന്നതും കൊച്ചി വിമാനത്താവളത്തിൽ കൂടി സ്വർണം കടത്തിക്കൊണ്ടുവരുന്നതൊക്കെ ഒരു പ്രത്യേക സമുദായം പിണറായി വിജയനാണ് പറഞ്ഞത്. അതിനിവിടെ എന്തുമാത്രം കോലാഹലം ഉണ്ടായി. അതുമാത്രമല്ല, ഈ അൻവറിൻ്റെ ഒരു ഡിമാൻഡ് ഈ കരിപ്പൂർ വിമാനത്താവളത്തിൽ പോസ്റ്റ് ചെയ്യപ്പെടുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മുസ്ലിം സമുദായത്തിലുള്ളവരായിരിക്കണം എന്നാണ്. അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ദുബായിൽ നിന്നോ അല്ലെ പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നവർക്ക് ഒരു ചെറിയൊരു വരുമാന മാർഗമാണ് ഈ സ്വർണം കള്ളക്കടത്തുന്നത്. ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സ്ക്വാഡിനെ പിരിച്ചുവിട്ടത് അത് മുകളിൽ നിന്നുള്ള നിർദ്ദേശം അനുസരിച്ചിട്ടാണ്, അല്ലാണ്ട് SP അങ്ങനെ ഒരു സ്ക്വാഡിനെ പിരിച്ചുവിടാനുള്ള മലപ്പുറത്തെ SP വനിതാ SP ആണ്. അവർ ഒരു മോശപ്പെട്ട കാര്യങ്ങളും ഇന്ന് വരെ ചെയ്തതായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത വളരെ മാന്യമായ ഒരു SP ആണ്. അവരങ്ങനെ
ഇങ്ങനെ ഒരു കാര്യം ചെയ്യും, ആരെങ്കിലും സഹായിക്കാൻ വേണ്ടി അവരുടെ സ്വന്തം നിലയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സമ്മർദ്ദം ഉണ്ടാവും, ഔദ്യോഗികമായിട്ട് സമ്മർദ്ദം ഉണ്ടാവും. നാളെ തിങ്കളാഴ്ച പുതിയ ഗവൺമെൻറ് അധികാരത്തിൽ വരികയാണെന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് തന്നെ എന്താ എല്ലാ പരിപാടികളും മാറ്റുമല്ലേ അവർ. ഞാനൊരു ഉദാഹരണം പറയാം. 2011 തെരഞ്ഞെടുപ്പിൽ തമിഴ്നാടിൽ ഞാൻ കവർ ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ കരുണാനിധി തോറ്റ് തുന്നം പാടി. ജയലളിത വൻ വിജയമായിരുന്നു ജയലളിതയ്ക്ക്. അപ്പോൾ കരുണാനിധിയുടെ വീടിന് ചുറ്റും സായുധരായ പോലീസുകാരാണ് രാവിലെ തൊട്ട് 24 മണിക്കൂർ അവിടെ ഭയങ്കര സെക്യൂരിറ്റിയാണ്. കാരണം ഇയാളന്ന് UPA ഗവൺമെൻറ്റിൻ്റെ ഭാഗം കൂടിയാണ്, മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൻ്റെ. ബ്ലാക്ക് കാറ്റ് കമാൻഡോസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റസ് സിമ്പിൾ പോലെയാണ് മൂപ്പരെ കണക്കാക്കിക്കൊണ്ടിരുന്നത്. ഈ സ്റ്റേറ്റ് പോലീസിൻ്റെ ഉദ്യോഗസ്ഥന്മാരും പിന്നെ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുന്നവരൊക്കെ 11 മണിയായി അപ്പോഴത്തേക്കും ട്രെൻഡ് അറിഞ്ഞു, കരുണാനിധിയും പാർട്ടിയും തോക്കെന്ന് അറിഞ്ഞ ഉടനെ തന്നെ സ്ഥലം വിട്ടു. അപ്പോൾ ആരും അവരെ വിളിച്ചു പോലീസ്, നിങ്ങൾ എവിടെ പോകാമെന്ന് ചോദിച്ചു. അപ്പോഴും പറഞ്ഞാൽ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വരാമെന്ന്. ഇത് നടന്ന സംഭവമാണ്. ഞാൻ എൻ്റെ സുഹൃത്തുണ്ട് ഏഷ്യാനായിട്ടുള്ള ബിമൽ റോയ് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഇത് കണ്ടുകൊണ്ട് ചിരിച്ചതാണ് ഇത് കണ്ടിട്ട്. പോലീസുകാരെ വിളിച്ചിട്ട് അവർ തിരിഞ്ഞു പോലും നോക്കണില്ല. തലേ ദിവസം വരെ കരുണാനിധി വീട്ടിൽ നിന്ന് കാപ്പി മേടിച്ച് കുടിച്ച പോലീസുകാരാണ്. അല്ല, സെയിം തിങ് ഇപ്പോഴും കൊൽക്കത്തയെ സംഭവിച്ചു. കാളിഘട്ടിലാണ് മറ്റേ മമത താമസിച്ചിരുന്നത്. അവിടെ മുഴുവൻ റോഡെല്ലാം ബ്ലോക്ക് ചെയ്ത് ഒരു മനുഷ്യനെ പോലും അതിലെ വിടൂലായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ പോലീസുകാരൊക്കെ സ്ഥലം വിട്ടു പോയി. റോഡ് ബ്ലോക്കും ഒക്കെ മാറ്റിയിട്ട് അവർ പോയി, ഓരോ ഓർഡറും വരുന്നതിന് മുമ്പ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഈ കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് സ്വർണം കള്ളക്കടത്ത് നടത്താനായിട്ട് അത് അവരുടെ കുത്തകയാണല്ലോ. സ്വർണം കള്ളക്കടത്തും പിന്നെ അതുപോലെ തന്നെ മയക്കുമരുന്നും ഒക്കെ അവരുടെ കുത്തകയാണ്. പറയാൻ പാടില്ല. പാലാ ബിഷപ്പ് പറഞ്ഞിട്ട് ഊരറിഞ്ഞു. പിന്നെയാണ് കുമാർ ചെല്ലപ്പൻ. അല്ല, ഞാൻ പത്രങ്ങൾ ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഉണ്ടല്ലോ, കൊണ്ട് കാണിച്ചു കൊടുത്താൽ മതി ജഡ്ജിനെ. അപ്പോൾ പിന്നെ എന്താ ചെയ്യുന്നത്? അത് മാത്രമല്ല, എൻ്റെ കയ്യിൽ കാശുമില്ല കേസ് വാദിക്കാനുണ്ട്. ഞാൻ സ്വയം പോയി വാദിച്ചോളാം കേസ്. വക്കീലും കൂടെ ആണല്ലോ. ഈ കേസ് ഞാൻ കാണിച്ചു. പ്രേക്ഷകർക്ക് അറിയാത്തൊരു രഹസ്യമാണ്. ഇത് ബഹുമുഖ പ്രതിഭയാണ്, അഭിഭാഷകൻ കൂടിയാണ്. അതായത് നിയമത്തിൽ ചില ലൂപ്പ് ഹോൾസ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ നമ്മളെ രക്ഷപ്പെടുത്താനായിട്ട്. പറഞ്ഞാൽ മതിയല്ലോ ഇന്ന പോലെയാണ്. ഞാൻ പത്രം വായിച്ചിട്ടുണ്ട്, പത്രത്തിലൊക്കെ വരുന്ന പേര്. അതെ, ഒരു മാസം പത്രം എടുത്തും നോക്കി. അത് ഏത് സമയത്ത് ഇതൊക്കെ നീറ്റിന് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റിൻ്റെ 2024 ജാർഖണ്ഡിൽ ക്വസ്റ്റ്യൻ പേപ്പർ റിലീസായി, ലീക്കായി. ഓക്കെ, സുനിലിന് അറിയോ? സ്കൂൾ പ്രിൻസിപ്പൾ ആയിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, പിന്നെ അയാളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വൈസ് പ്രിൻസിപ്പൾ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ജേർണലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇവർ 3 പേരും ഒരു സമുദായത്തിൽപ്പെട്ടവരാണ്. ഇവർ 3 പേരും വർക്ക് ചെയ്യുന്നത് ഒയാസിസ് എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ്. ഈ ഒയാസിസ് സ്കൂളിൻ്റെ ഉടമസ്ഥനും ഒരു മുസ്ലിമാണ്. അല്ല, കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ ഒരു കുട്ടി ആത്മഹത്യ ചെയ്തില്ലേ, പീഡനം, നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത ആ സ്കൂളിൻ്റെ കോളേജിൻ്റെ പേര്, അതിൻ്റെ ഉടമസ്ഥൻ്റെ പേര് കേരളത്തിൽ ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല. വരില്ല. കാരണമുണ്ട്. അയാൾ അവിടെ കൊക്കോ കൃഷി എങ്ങാണ്ട് നടത്തിയിരുന്ന ഭൂമിയിൽ കൊക്കോ കൃഷി ലാഭമല്ലാണ്ടായപ്പോഴാണ് അത് ഇടിച്ചു പൊളിച്ച് കോളേജ് വീണത്. കോളേജിന് അവർക്ക് പെട്ടെന്ന് പെർമിഷൻ കിട്ടി. അപ്പം ഇത് ഈ ഒയാസിസ് സ്കൂളിലെ പ്രിൻസിപ്പളിനെ എന്താണ് പറയുക, അറസ്റ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ പേപ്പർ ലീക്കിൻ്റെ പ്രധാന ബ്രെയിൻ അയാളാണെന്ന് പറഞ്ഞ്. ഇപ്പം അന്വേഷിച്ച് ചെന്നപ്പോൾ എന്താ കാണണമെന്ന് അറിയാമോ? കേസ് നടന്നുകൊണ്ടിരിക്കുക കോടതിയിൽ. അയാൾ സ്കൂളിൻ്റെ ഡയറക്ടറാണ് ഇപ്പോൾ. അറിഞ്ഞോ? അത് സ്കൂളിലെ ഡയറക്ടറാണ് അയാളിപ്പോ. അയാളെ തിരിച്ചെടുത്തു അല്ലേ? തിരിച്ചെടുക്കുക മാത്രമല്ല, പ്രൊമോട്ട് ചെയ്ത് സ്കൂളിന്റെ ഡയറക്ടറാക്കി. അത് ശരി. അപ്പൊ മിടുക്കനാണ്. നിങ്ങളുടെ സേവനം കൂടുതൽ മേഖലകളിൽ ആവശ്യമുണ്ട്. അപ്പം ഇത് ഈ മലപ്പുറത്ത് ഇതിൽ എനിക്ക് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. കാരണം ഇത് അവരുടെ ഒരു നമ്മൾ പറയില്ലേ കുലത്തൊഴിലാന്ന് പറയില്ലേ, അതാണ്. പിന്നെ അവണ്ടല്ലോ ഇവർക്ക് കൊട ചൂടി കൊടുക്കുന്നുണ്ട്. ഒരു മാർക്സിസ്റ്റ് നേതാവ് TV ചാനലിൽ ഇരുന്ന് പറഞ്ഞ സ്വർണം കള്ളക്കടത്ത് ഒരു വലിയ കള്ളക്കടത്ത് കുറ്റമൊന്നുമല്ല, അത് ആർക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ചോദിച്ചാൽ ജയശങ്കർ പറഞ്ഞ് ദേ ഇയാളെ ഉണ്ടല്ലോ ബോട്ടിനകത്ത് കയറ്റി അറബിക്കോടതിൽ കൊണ്ട് മുക്കി കൊല്ലണത്, കള്ളക്കടത്ത് കുറ്റമല്ല എന്ന് പറയണത്. പിന്നെ എന്താ പറയുക, ഇത് നടക്കാവുന്ന. ഏതായാലും ഇങ്ങനെ ഒരു സംഭവം കേരളത്തിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് മലപ്പുറം SP പറഞ്ഞത് മുഖവിലക്കെടുക്കാം. അത് താൽക്കാലികം പുതിയൊരു ടീമിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നത് നമ്മൾ വിശ്വസിക്കുന്നു. ആ ടീമിനെ അദ്ദേഹം മലപ്പുറം SP ഉടനെ പ്രഖ്യാപിക്കുമെന്നും നമുക്ക് കരുതാം, കാത്തിരിക്കാം. പക്ഷേ എനിക്കറിയില്ല, മലപ്പുറം നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ച പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് വലിയ മാറ്റം ഉണ്ടാവും.
അപ്പോൾ ഒരുപക്ഷെ മലപ്പുറത്ത് SP ആയിട്ട് ഇപ്പോൾ ഇരിക്കുന്ന മാന്യ മഹതി തന്നെ ഉണ്ടാകുമോ എന്നറിയില്ല. സുജിത് ദാസ് എന്ന് പറയുന്ന ആള് മലപ്പുറം SP ആയിരുന്നു കുറച്ച് നാള്. അതെ, സുനിലിന് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. അയാൾക്കെതിരെയാണ് അൻവർ എന്താ പറയുന്നത് ചന്ദ്രഹാസം ഇളക്കിയത്. ചന്ദ്രഹാസം ഇളക്കിയത്. ഉം. PV അൻവർ എന്ന് പറഞ്ഞാൽ തന്നെ അദ്ദേഹം ഒരു കാലത്ത് ക്ലെയിം ചെയ്തിരുന്നത് പിണറായി വിജയൻസ് അൻവർ എന്നാണ് ഉം. ക്ലെയിം ചെയ്തിരുന്നത്. ഏതായാലും നമ്മൾ കാത്തിരിക്കുന്നു പുതിയൊരു സ്ക്വാഡ് മലപ്പുറത്ത് വരട്ടെ. കരിപ്പൂർ വഴി കള്ളക്കടത്ത്, കരിപ്പൂരിലെ കള്ളക്കടത്ത് അവസാനിച്ചുവെങ്കിൽ വളരെ നല്ല കാര്യമാണ് കേട്ടോ. കേരളത്തിൽ കാരണം ഞാൻ കേട്ടിട്ടുള്ള ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കള്ളക്കടത്ത് നടക്കുന്ന വിമാനത്താവളങ്ങളിൽ ഒന്ന് കരിപ്പൂരാണ് അതെ, എന്നാണ്. വേറൊരു കാര്യം കൂടി പറയാം സുനിൽ. ഐ എം സോറി, എപ്പോഴും സുനിലിനെ ഇന്ററപ്റ്റ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല. എന്നാലും ഈ BV കുമാർ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ ഹെഡ് ഉണ്ടായിരുന്നു. ഡയറക്ടർ ഓഫ് റവന്യൂ ഇന്റലിജൻസ്. ഈ കസ്റ്റംസുകാരും ഒക്കെ അദ്ദേഹത്തിന്റെ കീഴിലാണ് വരിക. അപ്പോൾ അദ്ദേഹം DRIയുടെ ഡയറക്ടറായിരുന്നു. ഞാൻ ഒരിക്കൽ അദ്ദേഹമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുക, സ്മഗ്ലിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് അത്ര മോശം പ്രൊഫഷനൊന്നും ഇല്ലാണ്ടും പറഞ്ഞു. ധൈര്യം ഉണ്ടെങ്കിൽ ആയിക്കോ. കാരണമുണ്ട്, പണ്ടൊരു ഞങ്ങളൊരു മുമ്പിലൊരു ഇൻഫർമേഷൻ കിട്ടിയതാണ്. കേരളത്തിലെ ഒരു പ്രമുഖ സ്മഗ്ലർ ബോംബെയിൽ ഒരു കോക്ടെയിൽ പാർട്ടിക്ക് വന്നിട്ട് ആൾക്കാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ് സോ ഐ എം എ സ്മഗ്ലർ കൈക്കൂട്ടി. അല്ല, നമ്മുടെ സാഗർ എലിയാസ് ജാക്കിയൊക്കെ ചെയ്തിരുന്ന പണിയല്ലേ. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തമാശയൊക്കെ പറഞ്ഞെങ്കിലും കേരളത്തിൽ ഇങ്ങനെ ഭരണമാറ്റത്തിൻ്റെ ചില റിസൾട്ടൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ഏതായാലും മലപ്പുറം പോലീസ് പറഞ്ഞ മറുപടി നമുക്കത്ര തൃപ്തികരമായി തോന്നാത്തത് കൊണ്ടാണ് നമ്മളിന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് പുതിയ സ്ക്വാഡ് വരുന്നത് കാത്തിരിക്കാം. അവർ നിർബാധം അവിടെ പ്രവർത്തിക്കട്ടെ, നിരന്തരം പ്രവർത്തിക്കട്ടെ. രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയെ തകർക്കുന്ന ഒന്നാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. അതിൽപ്പെട്ട ആളുകൾ രാജ്യദ്രോഹികൾ തന്നെയാണ്. അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ ഈ സ്ക്വാഡ് തുടർന്നും അവിടെ ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വർത്തമാനം അവസാനിപ്പിക്കാം. നമ്മളെയൊക്കെ ദൈവം രക്ഷിക്കട്ടെ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട പ്രേക്ഷകർ ദയവായി അത് ചെയ്യണം.